ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്, പോരാട്ടത്തിന്റെ വിജയമാണ്. ഇന്ത്യയുടെ യുവതക്ക്, ഇന്ത്യയുടെ വിദ്യാർത്ഥി കരുത്തിന് എന്റെ സല്യൂട്ട്, നമ്മുടെ സല്യൂട്ട്. ഈ രാജ്യം ഒരു കാര്യം പ്രത്യേകം ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലുതാണ് ജനങ്ങളുടെ ശക്തി എന്ന് മറന്നുപോയവരെ ജനം അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. യുവത അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. പട്ടിണി കടന്നും ലാത്തിയടിയേറ്റും ടിയർ ഗ്യാസിങ്ങിനിരയായിട്ടും പെല്ലറ്റുകൾ ഏൽക്കേണ്ടി വന്നിട്ടും ഡൽഹിയുടെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുവുകളിൽ ഒട്ടും വീര്യം ചോരാതെ പോരാടിയ യുവതയുടെ വിജയമാണ്, വിദ്യാർത്ഥികളുടെ വിജയമാണ്. ആ സമരത്തിനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ, രാജ്യത്തുടനീളം നേതൃത്വം നൽകിയ, തെരുവിലിറങ്ങിയ, മനസ്സുകൊണ്ട് ഈ സമരത്തിനൊപ്പം നടന്ന, പ്രതികരണങ്ങൾ നടത്തിയ എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ. ഒപ്പം ഇന്ത്യയുടെ യുവതയെ, രാജ്യത്തിന്റെ വിദ്യാർത്ഥി ശക്തിയെ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് തെരുവിൽ തല്ലി തോൽപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഭരണകൂടത്തോട് ഈ നാട്ടിൽ ആ ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിച്ച് അവരുടെ പോരാട്ടങ്ങൾക്ക് അവസാനം കുറിച്ചിട്ട് വിദ്യാർത്ഥികളെക്കാളും പ്രധാനമാണ് എന്ന് കരുതിയ പ്രധാനമന്ത്രിക്ക് സ്വന്തം നിലപാട് തിരുത്തേണ്ടി വന്നതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ച നിലപാടുകളുമായി വിദ്യാർത്ഥിക്കൊപ്പം നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ നിന്ന് ഈ യുവതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക്, പൊതുപ്രവർത്തകർക്ക്, മാധ്യമപ്രവർത്തകർ, ഈ സമരത്തിനൊപ്പം നടന്നവർക്ക് എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ. ഇന്ത്യ ജയിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകൂടം തോറ്റിരിക്കുന്നു.